നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ തറക്കല്ലിടുന്ന പദ്ധതികളും അത് യാഥാർത്ഥ്യമാകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. കാരണം ചിലപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതിക്ക് പകരം അവസാനം ആ തറക്കല്ല് മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. എന്നാൽ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ബീഹാറിലെ ഔറംഗാബാദിൽ 21,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. NDA സർക്കാർ ശിലവാകിയ പദ്ധതികളെല്ലാം NDA സർക്കാർ തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു മോദി പറഞ്ഞത്. കല്ലിടുന്നത് കെട്ടിടം പണിയാനാണ്, അത് വികസനത്തിന്റെ അടിക്കലാണ്. ജോലി പൂർത്തിയാക്കുന്നതാണ് NDAയുടെ സവിശേഷതയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ മറ്റൊരു പദ്ധതി കൂടി ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത് തങ്ങളുടെ വികസന മുന്നേറ്റത്തിന് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ആദ്യത്തെ വെള്ളത്തിനടിയിലൂടെയുള്ള മെട്രോ റെയിൽ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഹൂഗ്ലി നദിക്ക് അടിയിലൂടെയാണ് ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും ചരിത്ര നിമിഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാര്യമാണിത്. സ്കൂൾ കുട്ടികൾക്കൊപ്പം മോദി മെട്രോയിൽ സഞ്ചരിക്കുകയും ചെയ്തു. രാജ്യത്തെ വിവിധ മെട്രോകളുടെ വികസന പദ്ധതികളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം ഓൺലൈനായി നിർവഹിച്ചതിനൊപ്പമാണ് കൊൽക്കത്ത മെട്രോയുടെ എക്സ്റ്റേഷൻ പദ്ധതി മോദി ഉദ്ഘാടനം ചെയ്തത്. 520 മീറ്റർ നീളമുള്ള ടണലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. വെള്ളത്തിനടിയിലൂടെയുള്ള 520 മീറ്റർ ദൂരം 45 സെക്കൻഡ് കൊണ്ട് മെട്രോ ട്രെയിൻ പിന്നിടുമെന്നാണ് കണക്കൂട്ടൽ. ഹൗറ മൈതാൻ മുതൽ എക്സ്പ്ലനേഡ് വരെ നീളുന്ന അണ്ടർ വാട്ടർ മെട്രോ പാത ഈസ്റ്റ് വെസ്റ്റ് മെട്രോയുടെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാതയിലൂടെ ദിവസേന 7 ലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹൗറ മൈതാനിനെ എക്സ്പ്ലനേഡുമായി ബന്ധിപ്പിക്കുന്ന മെട്രോ പാതയിൽ 4.8 കിലോമീറ്റർ ദൂരമാണ് മെട്രോ ടണൽ വരുന്നത്. ഇതിൽ 520 മീറ്റർ ദൂരമാണ് അണ്ടർ വാട്ടർ മെട്രോയായി ഹൂഗ്ലി നദിക്ക് അടിയിലൂടെ പോകുന്നത്. നദിയിൽ 30 മീറ്റർ താഴ്ചയിലാണ് മെട്രോ ടണൽ. എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന അണ്ടർ വാട്ടർ ടണൽ കൊൽക്കത്തയുടെ പൊതുഗതാഗത രംഗം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായമാകും. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന മെട്രോ സ്റ്റേഷനാണ് ഹൗറ. ഉപരിതലത്തിൽ നിന്ന് 33 മീറ്റർ താഴ്ചയിലാണ് സ്റ്റേഷനുള്ളത്. ഹൂഗ്ലി നദിയുടെ അടിത്തട്ടിലുള്ള തുരങ്കങ്ങൾ എഞ്ചിനീയറിംഗ് വിസ്മയമായി കണക്കാക്കപ്പെടുന്നു. കൊൽക്കത്ത മെട്രോ വികസന പദ്ധതിയുടെ ഭാഗമായാണ് അണ്ടർ വാട്ടർ ടണൽ. കൊൽക്കത്ത വഴി സാൾട്ട് ലേക്കിനെ ഹൗറയുമായി ബന്ധിപ്പിക്കുന്നതാണ് മെട്രോ വികസന പദ്ധതി. തുരങ്കത്തിന്റെ നിരപ്പിൽ നിർമ്മിച്ചതിനാൽ ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷനാണിത്. ഏകദേശം 10 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട്. 16.6 കിലോമീറ്റർ കിഴക്ക് പടിഞ്ഞാറ് മെട്രോ ഇടനാഴിയിൽ തുരങ്കമടക്കം 10.8 കിലോമീറ്റർ ദൂരമാണ് ഈ ഭൂഗർഭ പാതയുടേത്. പാതയിലെ 6 സ്റ്റേഷനുകളിൽ 3 ഭൂമിക്കടിയിലാണ്. കൂടാതെ തുരങ്കത്തിൽ മൊബൈൽ സിഗ്നലും ഇന്റർനെറ്റും ലഭിക്കുമെന്നത് മറ്റൊരു പ്രത്യേകത. 2017 കൊൽക്കത്ത മെട്രോ റെയിൽ കോർപ്പറേഷൻ നിർമ്മാണം ആരംഭിച്ച പദ്ധതിയാണിത്. 2021 പൂർത്തിയാക്കി 2023 ഏപ്രിലിൽ തുരങ്കത്തിലൂടെ ആദ്യ പരീക്ഷണോട്ടം നടത്തുകയും ചെയ്തിരുന്നു. ഒരു വലിയ നദിക്ക് അടിയിലൂടെ ടണൽ വഴി മെട്രോ കടത്തിവിടുന്നത് ആദ്യ സംഭവമാണ്. രാജ്യം ഇതോടെ നിർണായകമായ ഒരു നാഴികക്കല്ല് കൂടിയാണ് പൂർത്തിയാക്കുന്നത്. മെട്രോ പാതയുടെ ഭാഗമായ ഹൗറ മെട്രോ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷനാണ്. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ പ്രവർത്തിച്ചു തുടങ്ങിയ നഗരം എന്ന പേരിനൊപ്പം ആദ്യമായി അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരമായി ഇനി കൊൽക്കത്ത അറിയപ്പെടും. നഗരത്തിലെ ട്രാഫിക് കുറയ്ക്കാനും അന്തരീക്ഷ മലിനീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും പുതിയ പദ്ധതി വഴിവെക്കുമെന്നാണ് പ്രതീക്ഷ. മജർഹത്ത് മെട്രോ, മീറ്റർ, RRTS സെക്ഷൻ, പൂനെ മെട്രോ എന്നിവയും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതുകൂടാതെ 15,400 കോടിയോളം രൂപ ചെലവ് വരുന്ന റോഡുകൾ, പാലങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടുന്ന വികസന പദ്ധതികൾക്കും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു.